ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. കോപ്പ അമേരിക്ക കിരീടം നേടാൻ ബ്രസീൽ എത്രത്തോളം സാധ്യതയുണ്ട്? എല്ലാ ബ്രസീൽ ആരാധകരും ഉറ്റുനോക്കുന്നത് ഈ ഒരു ചോദ്യമായിരിക്കും. അപ്പം എന്തായാലും സ്പോട്ടോപ്പിയ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ അഡ്വാൻറ്റേജസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ബ്രസീലിലെ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുതൽക്കൂട്ടായ ഒരുപിടി കാര്യങ്ങൾ തന്നെയുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട് ത്രീ തന്നെയാണ്. വിനീഷ്യസ്, റോഡ്രിഗോ, എൻട്രിക്ക്. ഇവ മൂന്ന് പേരും നമുക്ക് എത്ര വായതോരാതെ സംസാരിച്ചാലും അത്രത്തോളം സംസാരിക്കാനുള്ള ഒരു പ്ലെയേഴ്സാണ്. വളരെ യങ്സ്റ്റേഴ്സാണ്, ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. അവരുടെ കേപ്പബിലിറ്റി ഒക്കെ UCL നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം, റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടൂർണമെന്റ് എങ്ങനെ ജയിക്കാൻ അറിയാം എന്നുള്ളത് വിനീഷ്യസിനായാലും റോഡ്രിഗോയ്ക്കായാലും രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അത് അതിൻ്റെ കൂടെ എൻട്രിക്ക് കൂടി ചേരുമ്പോൾ അവരെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫ്രണ്ട് ത്രീ തന്നെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ നോക്കുമ്പോൾ പെക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗിമറസ് ഉണ്ട്, ഡഗ്ലസ് ലൂയിസ് ഉണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന നല്ല മിഡ്ഫീൽഡേഴ്സാണ്. അപ്പം ഈ ഒരു ഇവരുടെ പ്രസൻസ് കൂടി നമുക്ക് ഉതകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡാനിലോ ഡിഫൻസിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഡാനിലോ ഉണ്ട്, അതുപോലെ തന്നെ മാർക്കിനസ് ഉണ്ട്, ബെറാൾഡോ ഉണ്ട്, അതുപോലെ തന്നെ മിലിറ്റാവോ ഉണ്ട്. ഇപ്പോൾ ഡിഫൻസീവിൽ കുറച്ചും കൂടി നല്ല ശക്തി അവർക്കുണ്ട്, നല്ല പ്ലെയേഴ്സിനെ അവരുടെ പക്കലുണ്ട്. പക്ഷേ ചില ഡ്രോബാക്കുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒന്നാമത്തെ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ശക്തി തന്നെയാണ് ഇവരുടെ ദൗർബല്യം എന്നുള്ളത് തന്നെയാണ്. വിനീഷ്യസ്, റോഡ്രിഗോ, ഇവർ രണ്ടുപേരും റയൽ മാഡ്രിഡിനൊപ്പം കളിക്കുന്ന രണ്ടുപേരെ അല്ല ബ്രസീൽ വരുമ്പോൾ ഈ രണ്ടുപേര് അവരുടെ പ്രകടനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ മെന്റാലിറ്റിയിലും വലിയൊരു വ്യത്യാസമുണ്ട്. ഇത് ബ്രസീൽ ആരാധകർക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പല ബ്രസീൽ ആരാധകരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വിനീഷ്യസും റോഡ്രിഗോന്നും ആ റയലിൽ കളിക്കുന്ന ആ ഒരു മിന്നലാട്ടങ്ങൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ബ്രസീലുകാർക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ കാര്യം, സുൽത്താൻ അവരുടെ ടീമിൽ ഇല്ല എന്നുള്ളതാണ്. നെയ്മർ ജൂനിയർ ഈ വർഷം കോപ്പ അമേരിക്ക കളിക്കുന്നില്ല. കളി മെനയാൻ കഴിയുന്നൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു ഫാൾസ് നയൻ പൊസിഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് അടുത്തൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഗോളുകൾ അവർ കൺസീഡ് ചെയ്യുന്നുണ്ട്. മാർക്കിനസ് ഉണ്ട്, ബെറാൾഡോ ഉണ്ട്, ഡാനിയലോ ഉണ്ട്, മിലിറ്റാവോ ഒക്കെ പേര് കേട്ട ഡിഫൻഡേഴ്സ് തന്നെയാണ്. പക്ഷേ അവര് ബ്രസീലിലേക്ക് എത്തി നിൽക്കുമ്പോഴും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് ഗോളുകളൊക്കെ അവർ കൺസീഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അത് അവരുടെ കൊളംബോയിലുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ അവർ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കുക. അത് മാത്രം ഒന്ന് ആലോചിക്കുക. ബ്രസീലിനെ പോലെ എത്രയും പേര് കേട്ട പേരും പെരുമയുള്ള ഒരു ടീമിന്റെ സ്ഥാനം കൊളംബോയിൽ വെറും 6ാം സ്ഥാനത്താണ്. ഇക്വഡോറും വലൻസിയയ്ക്കും ഉറുഗ്വേയ്ക്കും അർജന്റീനയ്ക്കും ഒക്കെ താഴെ വെറും 6ാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. 6 കളികൾ പിന്നിടുമ്പോൾ അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിനാശകരമായ കാര്യം തന്നെയാണ്. പല കളികളും വിജയിക്കാൻ കഴിയുന്ന കളികൾ പോലും ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ട് ഇവർ തോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എൻട്രിക്കിന്റെ, വിനീഷ്യസ്, റോഡ്രിഗോയുടെ ഒക്കെ മാർട്ടിനെല്ലിയൊക്കെ പോലെയുള്ള പ്ലേയേഴ്സ് അവസാന നിമിഷങ്ങളിൽ അടിക്കുന്ന ഗോളുകൾ കൊണ്ട് മാത്രമാണ് അവർ ചില സമനിലകൾ പോലും നേടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുഞ്ഞൻ ടീമുകൾക്കെതിരെ പോലും അവർ സമനിലകൾ വഴങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി തന്നെയാണ് അവരുടെ ദൗർബല്യം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്, വിനീഷ്യസിന്റെ ആ ഒരു പ്രകടനം. പുള്ളിക്കാരന് ബാലൺ ഡി ഓർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് വിനീഷ്യസ് ചോര ഒലിച്ച് തന്നെ കളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുഴുവൻ വിയർപ്പൊലിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ 100% കാഴ്ചവെക്കാൻ തന്നെ ശ്രമിക്കും എന്ന് തന്നെയാണ് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബ്രസീലിന്റെ പ്രകടനം കോപ്പ അമേരിക്കയിൽ എന്താകുമെന്നുള്ളത് തന്നെ നമുക്ക് കണ്ടറിയാം.
എന്താണ് ഈ ബ്രസീൽ സ്ക്വാഡിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.